നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വളരെയധികം സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. വേറെയൊന്നുമല്ല, നമ്മുടെ മുനീർ സാഹിബിന്റെ കടങ്ങളെല്ലാം അടച്ച് തീർത്തിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് അടച്ചത്. അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹമാണെങ്കിലും അഭിമാനിയാണ്, ആരെയും അറിയിക്കാനോ അല്ലെങ്കിൽ തൻ്റെ കടം താൻ തന്നെ വീഴണം എന്നുള്ള ന്യായക്കാരൻ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി സാവകാശം വേണം എന്ന് പറഞ്ഞപ്പോൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അധികൃതർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ സാവകാശങ്ങളിൽ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ കടങ്ങളെല്ലാം തീർത്ത് വളരെയധികം സന്തോഷമായി. കാരണം വേറെയൊന്നുമല്ല, നമ്മളൊക്കെ മനുഷ്യരാണ്. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പല വിയോജിപ്പുകളും ഉണ്ടാകാം. നമ്മൾ ചിലപ്പോൾ CPM-കാരനായിരിക്കാം, ഇല്ലെങ്കിൽ BJP-കാരനായിരിക്കാം, പിന്നെ എന്താ പറയേണ്ടത് ലീഗുകാരനോ കോൺഗ്രസ്സുകാരനോ എന്തോ ആയിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. പിന്നെ തീവ്രമായിട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സ്നേഹിക്കുന്ന അന്തങ്ങൾ കുറേ ഉണ്ട്. ആ അന്തങ്ങളോടൊന്നും എനിക്കൊന്നും പറയാനില്ല. അത് എല്ലാ പാർട്ടിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ അന്തങ്ങളുണ്ട്. ഈ അന്തങ്ങളോടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവുകയാണ്. അത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാർ തമ്മിൽ വലിയ അന്തങ്ങളൊന്നുമല്ല. നേതാക്കന്മാർ എല്ലാം അന്തങ്ങളൊന്നുമല്ല. നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷകരമായിട്ട് അവർ ആ ഒരു എന്താ പറയേണ്ടത്, ഇപ്പോൾ TV-യിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറാൻ പറ്റുന്ന നേതാക്കന്മാർ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ചായ കുടിച്ചിട്ടാണ് അവരൊക്കെ പിരിയുന്നത്. അപ്പോൾ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അണികൾക്ക് മനസ്സിലാവില്ല. അണികൾ നോക്കുമ്പോൾ എന്താ വെട്ടിമരിക്കണം പലപ്പോഴെന്ന് പറഞ്ഞാൽ അതാണ് പരസ്പരം തമ്മിൽ തല്ലാണ്. ഇതാണ് അണികളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തല്ലിലോ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അടിയും പിടിയും ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ ഭാവിയുള്ളൂ. ഒരു 4-5 കേസെങ്കിലും വേണം, എന്നാൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ ഭാവിയുള്ളൂ എന്നുള്ള ഒരു മൂഢമായ വിശ്വാസം കുറേ ടീമിനുണ്ട്. എന്നിട്ട് യുവമാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറേ എണ്ണം തല്ല് വാങ്ങിക്കാൻ വേണ്ടി പോകും. എൻ്റെ കുഞ്ഞു മക്കളെ ഒരു തല്ല് കിട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടപ്പിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ധമായിട്ട് നമ്മൾ ഒന്നിനെയും ഇതാകാതിരിക്കുക, നമുക്ക് വരുന്നത് നമ്മൾ എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ മുനീർ സാഹിബിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചോദിക്കത്തില്ലല്ലോ. ഇന്നലെ ഒരു മനുഷ്യൻ്റെ മുഖം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോയായിരുന്നു. ആണെന്താ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ ബാപ്പ, അതായത് CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ബാപ്പ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ഇങ്ങനെ ഒരു ബാഗ് കൊടുത്ത് നിൽക്കുന്നുണ്ട് പോലും. അങ്ങനെ നിൽക്കുമ്പോൾ ആരോ ചോദിച്ചു, അതായത് CP ജോണിനെ ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. CP ജോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് RSP ആണ്. അത് മാത്രമല്ല ഈ RSP അന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ ഷിബു ബേബി ജോണിൻ്റെ അച്ഛനാണ് CP ജോൺ. അദ്ദേഹം അന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ലല്ലോ, കാരണം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ്. കാരണം നമ്മളെല്ലാവരെയും പറയണ്ട, ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. അത് CPM-ലായാലും അതുപോലെ തന്നെ കോൺഗ്രസ്സിലായാലും BJP-യിലായാലും മുസ്ലിം ലീഗിലായാലും ഒക്കെ ഒന്നും ഉണ്ടാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ എല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുമില്ലാത്തവന് നമ്മളെല്ലാവരും നിനക്കൊക്കെ നീ എന്നെയൊക്കെ എന്തിനെ കൊള്ളാമിടേ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. പക്ഷേ അതൊരു ദൗർബല്യമല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മനസ്സാണത്. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉള്ളതിനെക്കാട്ടി മുനീർ സാഹിബിന് ഇന്നലെ ആ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിനോട് സ്നേഹം അങ്ങ് എല്ലാവർക്കും കൂടുകയാണ് ചെയ്തത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം പൊതു ഖജനാവ് കട്ടുമുടിക്കാത്ത ഒരു വ്യക്തി, അത്രയേ പറയാനുള്ളൂ. അതായത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ഇതുപോലെ കൈനീട്ടാൻ നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ഇന്നലെ ആ ഒരു എന്താ പറയുന്നത് കണ്ണുനീര് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഇന്നലെ പറയുന്ന വാക്ക് കേട്ടിട്ട് നമ്മുടെ മലയാളികളുടെ എല്ലാം നെഞ്ചു പൊള്ളിയിട്ടുണ്ട്. ഉള്ള കാര്യം പറയല്ലോ, പേഴ്സണലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ, നമ്മൾ ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ മാർക്സിസ്റ്റോ BJP ഒന്നും അല്ല, എല്ലാ പാർട്ടിക്കാരോടും നമുക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ മുനീർ സാഹിബ് ഇന്നലെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അങ്ങേരൊന്നും ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലാണെന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എന്താ സൂണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇതുപോലൊരു അവസ്ഥയിലാണ് ആ മനുഷ്യൻ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത്രയും ടെൻഷനും സങ്കടങ്ങളും എൻ്റെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കൊറോണ കാലത്ത് നമ്മളെല്ലാവരും ചെയ്തൊരു കാര്യമുണ്ട്. വലിയ ഗൾഫുകാരുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതിലൂടെ പോകുമ്പോഴും നമ്മൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തൊന്നും തന്നെ അവർക്കൊന്നും കൊടുത്തിരുന്നില്ല. അതായത് അവരൊക്കെ ഗൾഫിലുള്ള പാർട്ടിയിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചില ആൾക്കാരുടെ
സാഹചര്യം അറിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ മുനീർ സാഹിബിൻ്റെ ആ ഒരു അവസ്ഥ ഇന്നലെ ഇതിലൂടെ വന്നപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. അതുപോലെ ഒരാൾക്കും അങ്ങനെ ഒരു ഇതുണ്ടാകരുത്. കാരണം ഇദ്ദേഹം ഒരു ജനസേവകൻ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറിൻ്റെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന മനുഷ്യൻ ആ ഡോക്ടർ ജോലിക്ക് പോകാതെ ജനസേവനത്തിന് ഇറങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ക്രിസ്ത്യൻ എന്നും, H എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നും, അതുപോലെ CH മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നും, അങ്ങനെ 3 നാമമുള്ള കോയ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അവരെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അത്രത്തോളം മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ്റെ മകനാണ്. അപ്പോൾ അതുമാത്രവുമല്ല, ഇദ്ദേഹത്തെ പഠിപ്പിച്ചതുപോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്നത് പാർട്ടിക്കാരാണ്. അതായത് K കരുണാകരൻ എന്തോ മുൻകൈ എടുത്തിട്ട് ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് എന്നുപോലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്ത ഒരു മനുഷ്യൻ്റെ മകനാണ് മുനീർ എന്ന് പറയുന്നത്. മുനീറിനോട് അങ്ങനെ പ്രത്യക്ഷത്തിലായിരിക്കും അത്ര വലിയ ശത്രുതയോ കാര്യങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേതാക്കന്മാരൊന്നും അങ്ങനെ ആരുമായിട്ട് ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും വളരെയധികം പാവങ്ങൾ തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരാണ്. ഇവിടെ കടിച്ചു കയറാൻ നിൽക്കുന്ന കുറേ അണികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടു. ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ ഞാൻ എന്തോ ഒരു അപരാധം ചെയ്തുപോലെ എന്ന് ചില ആൾക്കാരുടെ കമൻറ്റ്, എന്തൊക്കെ വൃത്തികെട്ട കമൻറ്റാണെന്നറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛാ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ കമന്റ് ഇട്ട് മെഴുകുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ മെഴുകുന്നത്? ഇതൊന്നും ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഗോപാലകൃഷ്ണനും റഹീമും മറ്റോനും ചാമക്കാലി എല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കുഴപ്പങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ കുഴപ്പങ്ങൾക്ക് ഒടുവിൽ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടിയിട്ട് അല്ലെ ചായയും ബിസ്ക്കറ്റും പലഹാരമൊക്കെ തിന്നിട്ടാണ് നടന്ന് ഒഴിവാകുന്നത്. അതറിയില്ലേ നിങ്ങൾ? അതുപോലെ ഇവർ ഓണാഘോഷ പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കുറേ അണികൾ എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ ഇങ്ങനെ തല്ലുമല്ലാതെ വേറെ ഒരു പ്രയോജനവുമില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് പൊതു ഖജനാവ് കട്ടുമുടിക്കാത്ത ആളാണെങ്കിൽ അവരോട് എല്ലാവർക്കും സ്നേഹം ഉണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. പലരുടെയും വീടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരൊന്നും ഒരു ജോലിക്കും പോകാറില്ല. അവർക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അവരുടെ ഈ പെൻഷനും അതുപോലെ ഈ വരുമാനമേ ഉള്ളൂ. എന്നിട്ടും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ നല്ല ജോലിയുള്ളവരായിരിക്കാം. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യക്കോ മക്കൾക്കോ അനന്തരവൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് മാത്രം ഇന്ന് പാർട്ടിയെ സേവിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, പാർട്ടി മാത്രമാണ് എന്നൊന്നുമില്ല. ഇപ്പൊ പല ആൾക്കാരും അതെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് CPM കൂടുതൽ ആൾക്കാരും പാർട്ടിയിൽ വരുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അതുപോലെ തന്നെ കോൺഗ്രസിലായാലും ശരി, എവിടെയായാലും എല്ലാവർക്കും സ്ഥാനമാനങ്ങളും ജോലിയും വേണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്, പണം തന്നെ വേണം. ബിസിനസ്സുകാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മുനീർ സാഹിബിനെ പോലെയുള്ള നല്ല മനുഷ്യന്മാരെ നമ്മൾ കാണുന്നത്. അതായത് നല്ല മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, ഇന്നലത്തെ ആ ഒരു നിസ്സഹായ അവസ്ഥ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തിനാടോ താനൊക്കെ എന്ത് നേടിയോടോ, ഇത്രയും കാലം മന്ത്രിയും കാര്യങ്ങളൊക്കെ ആയില്ലേ, എന്നിട്ട് എന്ത് നേടിയെന്ന് പല ആൾക്കാരും ചോദിക്കുമ്പോൾ അതിലൊരു പുഞ്ചിരിയിൽ ഒതുക്കിയ ഒരു മനുഷ്യൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാടോ അധികം പൈസ, എന്തിനാ പൈസ? നമുക്കിതുപോലൊരു പേര് പോരെ, ആ പേരല്ലേ വലുത്. കുറച്ചു കാലം അദ്ദേഹം ബുദ്ധിമുട്ടി ഇന്ന് നല്ല മനസ്സുകളായ ഒരുപാട് പേര് വന്ന് അദ്ദേഹത്തിൻ്റെ കടം തീർത്തു, അറിയോ? അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ആഗ്രഹിക്കാത്ത മനുഷ്യന് എവിടെയെങ്കിലും ഒരു വലിയൊരു വെളിച്ചം ഉണ്ടാകും. ആ ഇരുട്ടിൽ നിന്നൊരു വലിയ വെളിച്ചത്തേക്ക് വന്നു. ഇന്ന് മുതൽ നമ്മളെ മുനീർ സാഹിബ് നല്ല രീതിയിൽ ഉറങ്ങട്ടെ. അദ്ദേഹം കുറേ നാളായിട്ടുണ്ടാവും ഈ ടെൻഷൻ അടിച്ച് ഒരാളോട് ഇത് പറയാൻ കഴിയാതെ. ഞാൻ പറഞ്ഞില്ല, അഭിമാനം എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ലീഗുകാരോട് പറഞ്ഞൂടെ അല്ലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ അഭിമാനം എന്നൊന്നില്ലേ? നമുക്ക് അഭിമാനം വിട്ട് കളയാൻ പറ്റുമോ? അങ്ങനെ തീരെ ഗതിയില്ലാത്തപ്പോഴാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ ഭേദമേന്യേ എന്താണ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരുപാട് നേതാക്കന്മാർ നമ്മളുടെ ഇടയിലുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സഹായിക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ്. നന്ദി, നമസ്കാരം.